സുഹൃത്തുക്കളെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ആരും ചിന്തിച്ചിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് പെൺകുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിച്ചു കളയുന്നൊരു രീതി നിലനിന്നിരുന്നു. ഞങ്ങളിതിനു വേണ്ടി സമൂഹത്തിലെ നല്ല മനസ്സുകളെയും നിയമത്തെയും ഒന്നിച്ച് കൈപിടിച്ചുകൊണ്ട് പോരാടാനിറങ്ങി. നേരത്തെ നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കൂ, പെൺകുട്ടികളെ രക്ഷിക്കൂ എന്ന വാക്യം ഉച്ചരിച്ചിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷണത്തിനായി റേഷൻ കൂടുതൽ കൊടുത്തു. ഗർഭിണികളായ സ്ത്രീകൾക്കായി പോഷകസമൃദ്ധമായ കാലഘട്ടം കൊടുത്തു, അവരുടെ സഹായത്തിനു വേണ്ടി മാത്രം. സമാധാനമുള്ള സ്ത്രീകൾക്ക്, നന്മയുള്ള കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കൂ. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് നല്ല പോഷകാഹാരം ലഭിക്കട്ടെ. ഇതിനായി മാതൃവന്ദന യോജനയിലൂടെ 7.5 കോടി സ്ത്രീകൾക്ക് വേണ്ട മരുന്നുകളെല്ലാം നൽകി. ഞങ്ങൾ സുരക്ഷിതമായ നല്ലൊരു ഗർഭകാലത്തിനു വേണ്ടി 5 കോടി ഗർഭിണികളായ സ്ത്രീകൾക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തി. ഞങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു: മാതാവിന്റെയും ശിശുവിന്റെയും, രണ്ടുപേരുടെയും ജീവന് കുറച്ചെങ്കിലും സംശയമുണ്ടായിരുന്നത് കുറയ്ക്കാനായി സാധിച്ചു എന്നതാണ്. 2014 മുൻപ് സ്ത്രീകളുടെ ഗർഭകാലത്തെക്കുറിച്ച് എത്രത്തോളം ചിന്തിച്ചിരുന്നു? ആരും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. നമ്മൾ റേപ്പ്, ഗാർഹിക പീഡനം തുടങ്ങി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കെതിരെ നിയമപരമായി സുരക്ഷ നേടിക്കൊടുത്തു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് വേഗം ശിക്ഷ കൊടുക്കുന്ന വ്യവസ്ഥിതിയുമുണ്ടാക്കി. സുഹൃത്തുക്കളെ, ഞാനാണ് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രി ശൗചാലയം പോലുള്ള കാര്യങ്ങൾക്ക് ആദ്യം പ്രാമുഖ്യം നൽകിയത്. ഞാനാണ് ഈ രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ സമൂഹത്തിൽ ചുവന്ന കൊടികൾ വീശിക്കാണിച്ച് അത് തെറ്റാണെന്ന് വ്യക്തമാക്കി കൊടുത്തത്. നാരി ഗരീമ, നാരി സന്മാൻ ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ 1-ാം സ്ഥാനത്താണ്. എനിക്ക് അഭിമാനമുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഭാജപ സർക്കാർ സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോന്നു. ഞങ്ങൾ 10 കോടി സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകി. ഞങ്ങൾ 4 കോടി വീടുകളിൽ 3 കോടിയിലധികം വീടുകളിലും സ്ത്രീകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ സ്ത്രീകളുടെ പേരിൽ 3 കോടിയിലധികം വീടുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരെ വീടുകളുടെ അധികാരിയാക്കി മാറ്റി. ഞങ്ങൾ 10 കോടിയിലധികം സഹോദരിമാർക്ക് വീട്ടിൽ വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്തു. ഞങ്ങൾ 12 കോടിയിലധികം സ്ത്രീകൾക്ക് വീട്ടിൽ ടോയ്ലറ്റ് നൽകി. ടോയ്ലറ്റ് 4 ചുവരുകളല്ല, അടച്ചുറപ്പുള്ള വീടും കൂടിയാണ്. ഞങ്ങൾ 1 രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡുകളുടെ പദ്ധതി ആരംഭിച്ചു. ഞങ്ങൾ 50 കോടിയിലധികം വനിതകൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകി. ഞങ്ങൾ 30 കോടിയിലധികം സ്ത്രീകൾക്ക് മുദ്ര ലോൺ ലാഭത്തിൽ നൽകി. സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരിമാർ സ്വയം പര്യാപ്തത നേടി. സ്വന്തം പെൺമക്കളുടെ പഠനത്തിനു വേണ്ടി ഞങ്ങൾ അവരെ ഒരുപാട് സഹായിച്ചു. ഞങ്ങൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി 10 കോടി സ്ത്രീകളെ ഒന്നിപ്പിച്ച് 1 കോടി സഹോദരിമാരെ ലക്ഷപ്രഭുക്കളാക്കി മാറ്റിയിരിക്കുന്നു. ഖാദി ഉപജീവനമായവർക്ക് പുതുജീവൻ ഞങ്ങൾ നൽകി. അതിന്റെ ലാഭം ലഭിച്ചത് കൂടുതലും ഗ്രാമങ്ങളിലെ സഹോദരിമാർക്കായിരുന്നു. ഞങ്ങൾ പ്രഗ്നൻസി ലീവ് കൂടുതലാക്കി ഉത്തരവിറക്കി. മുൻപ് ഫാക്ടറികളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും സ്ത്രീകളെ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യിക്കുമായിരുന്നു. ഞങ്ങളത് മാറ്റി. അങ്ങനെയുള്ള നിയമവ്യവസ്ഥകൾ മാറ്റിക്കൊടുത്തുകൊണ്ട് അവർക്ക് സമാധാനം നൽകി. പാരാമിലിറ്ററി ഫോഴ്സുകളിൽ സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ നൽകി. അതിൽ കൂടുതലായി നമ്മുടെ സേനകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും നൽകി. ഞങ്ങൾ സൈനിക സ്കൂളിന്റെയും മിലിറ്ററി അക്കാഡമിയുടെയും വാതിലുകൾ പെൺകുട്ടികൾക്കായി തുറന്നുകൊടുത്തു. സുഹൃത്തുക്കളെ, ജനുവരി 26 നമ്മൾ കണ്ടതാണ് ഭാരതത്തിന്റെ സ്ത്രീ ശക്തിയിൽ ഒരു രാജ്യം മുഴുവൻ ആവേശം കൊള്ളുന്നത്. സുഹൃത്തുക്കളെ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് അവസരങ്ങളുടെ മേൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. മിഷൻ ശക്തിയേക്കാളെല്ലാം സ്ത്രീ ശക്തിക്കും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം ഉണ്ടാക്കും.
നമ്മുടെ എല്ലാ സ്ത്രീ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനും ഡ്രോണുകൾ നൽകും. ഡ്രോൺ ദീദി കൃഷിസ്ഥലത്തിരുന്നാലും ആധുനികമായി മുന്നോട്ടു പോകും. നമ്മുടെ രാജ്യത്തുള്ള 3 കോടി വനിതകൾക്ക് ലക്ഷപ്രഭുക്കളായി മാറാൻ കഴിയും. PM വിശ്വകർമ്മ യോജനയിലൂടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്തു വരുന്നവർക്കും സുരക്ഷ നൽകും. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ട് പെൺകുട്ടികളുടെ 6 മണിക്കൂർ പഠനം ഉറപ്പാക്കി ജീവിതം സുരക്ഷിതമാക്കും. ഓരോ ഗ്രാമങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചറൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി നമ്മുടെ പെൺകുട്ടികളെ കായിക രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരും.